ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. എല്ലാ വനിതകൾക്കും പെൺകുട്ടികൾക്കും അവകാശം, നീതി, പ്രവർത്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്ത്രീകളുടെ നേട്ടങ്ങൾ അംഗീകരിക്കുന്നതിനും ലിംഗസമത്വത്തിനായി പ്രവർത്തിക്കുന്നതിനുമാണ് ഐക്യരാഷ്ട്രസഭ 1977 വനിതാ ദിനാചരണം ആരംഭിച്ചത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ജനങ്ങൾക്ക് വനിതാ ദിന ആശംസകൾ അറിയിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലെ മനേക്ഷാ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി മുഖ്യപ്രഭാഷണം നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ 33,500 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഡൽഹി മെട്രോയുടെ ഇടനാഴികളും 18,300 കോടി രൂപയോളം വരുന്ന ഡൽഹി മെട്രോ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. നേപ്പാളിൽ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ 135 മണ്ഡലങ്ങളിലെ ഫലം വന്നപ്പോൾ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി 106 സീറ്റുകളിൽ വിജയിച്ചു. 18 മണ്ഡലങ്ങളിൽ ആർഎസ്പി മുന്നിട്ട് നിൽക്കുകയാണ്. 28 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. തിരഞ്ഞെടുപ്പ് വിജയകരമായും സമാധാനപരമായും നടത്തിയ നേപ്പാളിലെ സർക്കാരിനെയും ജനങ്ങളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുവരെ ഇറാനെതിരായ സൈനിക നടപടികൾ തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ഇറാനുമായുള്ള ഒരു കരാറും അംഗീകരിക്കില്ലെന്നും നിരുപാധികം കീഴടങ്ങണമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. എന്നാൽ നിരുപാധികമായ കീഴടങ്ങലിനുള്ള അമേരിക്കയുടെ ആവശ്യം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തള്ളി. അതേസമയം മേഖലയിൽ വ്യോമാതിർത്തി ഭാഗികമായി തുറന്നതിനെ തുടർന്ന് ഈ മാസം 1 മുതൽ ഇന്നലെ വരെ 52,000-ലധികം ഇന്ത്യക്കാർ സുരക്ഷിതമായി രാജ്യത്ത് തിരികെ എത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സാഹചര്യം കണക്കിലെടുത്ത് ഈ മാസം 9, 10, 11 തീയതികളിൽ നടക്കാനിരുന്ന 12ാം ക്ലാസ് പരീക്ഷകൾ മാറ്റിവച്ചതായി സിബിഎസ്ഇ. പുതിയ തീയതികൾ പിന്നീട് പ്രഖ്യാപിക്കും. ചൊവ്വാഴ്ച സ്ഥിതിഗതികൾ അവലോകനം ചെയ്ത ശേഷം 12 മുതൽ നടക്കാനിരിക്കുന്ന പരീക്ഷകളിൽ തീരുമാനമെടുക്കുമെന്നും സിബിഎസ്ഇ അറിയിച്ചു. സംശുദ്ധമായ വോട്ടർ പട്ടികയാണ് ജനാധിപത്യത്തിന്റെ അടിത്തറയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവലോകനം ചെയ്ത ശേഷം കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗ്യതയുള്ള ഒരു വോട്ടർ പോലും പട്ടികയ്ക്ക് പുറത്താകില്ലെന്ന് ഉറപ്പാക്കിയതായും അദ്ദേഹം വ്യക്തമാക്കി. ജനാധിപത്യ സംവിധാനങ്ങളുടെ കാര്യത്തിൽ കേരളം രാജ്യത്തിനാകെ മാതൃകയാണെന്നും ശ്രീ ഗ്യാനേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബൂത്തുതല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരമുള്ളത്. ICC T20 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. തുടർച്ചയായ 2ാം T20 ലോകകപ്പ് കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, മൈ ഭാരത്, ഫിറ്റ് ഇന്ത്യ എന്നിവയുടെ നേതൃത്വത്തിൽ സൺഡേസ് ഓൺ സൈക്കിൾ പരിപാടി സംഘടിപ്പിച്ചു. ഗവർണറുടെ പത്നി അനഘ ആർലേക്കർ മുഖ്യാതിഥിയായി. രാജ്യത്തിനായി വിവിധ കായിക മത്സരങ്ങളിൽ വിജയികളായ വനിതകളെ ചടങ്ങിൽ ആദരിച്ചു. വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതകൾക്ക് ഭയരഹിത രാത്രി യാത്ര ഉറപ്പാക്കുന്നതിനുള്ള കേരള പോലീസിന്റെ പദ്ധതിയായ നിർഭയ നിശ സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്നു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും പോലീസ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും ഇന്ന് രാത്രി തിരുവനന്തപുരം മാനവീയം വീഥിയിൽ നടക്കുന്ന ചടങ്ങിൽ ഡിജിപി റവാഡ ചന്ദ്രശേഖർ നിർവഹിക്കും. പദ്ധതിയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം രാത്രി 8 മണിക്ക് കണ്ണൂർ കാൽടെക്സിൽ നടക്കും. മറ്റ് ജില്ലകളിലും സ്ത്രീകളുടെ രാത്രി നടത്തം ഉൾപ്പെടെ സംഘടിപ്പിക്കും. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭയിലെ നെടുങ്കാട് വാർഡിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് വനിതാ ദിന സന്ദേശം നൽകി. വയനാട് കോളിയാടിയിൽ 5-അംഗ സംഘം സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ യുവാവ് മരിച്ചു. കൊളഗപ്പാറ പുളിക്കൽ സ്വദേശി ആദിൽ ഷാ ആണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.